ബ്രൈറ്റ് അക്കാഡമിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. എൻ്റെ പേര് ശബരി, ബോട്ടണി ഫാക്കൽറ്റിയാണ്. മക്കളെ, ഇന്ന് പ്ലസ് ടുവിലെ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററായ എക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ക്ലിഞ്ചനായിട്ട് അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് പഠിക്കാൻ പോവുകയാണ്. നമുക്ക് പഠിച്ചു തുടങ്ങാം. എക്കോസിസ്റ്റം 6 മാർക്ക് നമ്മൾ ഉറപ്പിക്കുകയാണ്. മക്കളെ, എക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ആദ്യം അറിയേണ്ട വ്യക്തി പ്രൊഡ്യൂസേഴ്സ്. മക്കളെ, എന്താണ് പ്രൊഡ്യൂസേഴ്സ്? മക്കളെ, ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ ചുറ്റുപാടുമുള്ള പ്ലാന്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സിമ്പിൾ. ഗ്രീൻ പ്ലാന്റ്സ് ഇൻ ആൻ എക്കോസിസ്റ്റം ഈസ് കോൾഡ് പ്രൊഡ്യൂസേഴ്സ്. മക്കളെ, ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവിടെ പ്രൊഡ്യൂസേഴ്സ് ആരൊക്കെയാണ്? ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ്. ചെറിയ പ്ലാന്റ്സ് ആണ് ഹെർബ്സ്, മീഡിയം സൈസ്ഡ് പ്ലാന്റ്സ് ഷ്രബ്സ്, ഏറ്റവും വലിയ പ്ലാന്റ്സ് ആണ് ട്രീസ്. മക്കളെ, അക്വാട്ടിക് എക്കോസിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് ആരൊക്കെയാണ്? ഫൈറ്റോ പ്ലാങ്ക്ടൺ. ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞാൽ പായൽ. മക്കളെ, 2 റൂട്ടഡ് പ്ലാന്റ്സ്. അപ്പം നമ്മുടെ ചുറ്റുപാടും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള പ്ലാന്റ്സുകളെ അറിയപ്പെടുന്ന പേരാണ് പ്രൊഡ്യൂസേഴ്സ്. മക്കളെ, രണ്ടാമത്തത് കൺസ്യൂമേഴ്സ്. ആനിമൽസ് ദാറ്റ് കൺസ്യൂം ഫുഡ് ഓർ പ്രൊഡ്യൂസേഴ്സ്. മക്കളെ, ഫുഡ് കൺസ്യൂം ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേര് കൺസ്യൂമേഴ്സ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസറിനെ ഭക്ഷിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത്? കൺസ്യൂമേഴ്സ്. അപ്പൊ കൺസ്യൂം ചെയ്യുന്ന ആള് കൺസ്യൂമേഴ്സ്. മനസ്സിലായേ? സെറ്റാണ്. മക്കളെ, കൺസ്യൂമേഴ്സ് 3 തരത്തിൽ. 1 പ്രൈമറി കൺസ്യൂമർ, 2 സെക്കൻഡറി കൺസ്യൂമർ, 3 ടെറിഷ്യറി കൺസ്യൂമർ. അപ്പൊ കൺസ്യൂമേഴ്സ് 3 തരത്തിൽ: പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടെറിഷ്യറി കൺസ്യൂമർ. മക്കളെ നോക്കൂ, ഒരു ഫുഡ് ചെയിൻ നമുക്ക് പരിചയപ്പെടാം. ദാണ്ടേ, ഗ്രാസ്, റാബിറ്റ്, ഫോക്സ്, ലയൺ. ഗ്രാസിനെ ആര് ഭക്ഷിക്കുന്നു? റാബിറ്റ്. റാബിറ്റിനെ ആര് ഭക്ഷിക്കുന്നു? ഫോക്സ്. ഫോക്സിനെ ആര് ഭക്ഷിക്കുന്നു? ലയൺ. ഇതിനെയാണ് നമ്മൾ ഫുഡ് ചെയിൻ എന്നറിയപ്പെടുന്നത്. ആ ഫുഡ് ചെയിൻ എന്ന് നോക്കിയേ മക്കളെ. ഗ്രാസ്, ഗ്രാസ് എന്ന് പറഞ്ഞാൽ ആരാണ്? പ്ലാന്റ്സ്. പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രൊഡ്യൂസേഴ്സ്. നമ്മൾ പഠിച്ചു. ഗ്രാസിനെ ഭക്ഷിക്കുന്ന ആൾ റാബിറ്റ്. അപ്പൊ റാബിറ്റ് എന്താണ്? പ്രൈമറി കൺസ്യൂമർ. അപ്പം ഗ്രീൻ പ്ലാന്റ്സിനെ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിനെ ഭക്ഷിക്കുന്ന ആൾക്കാരെ അറിയപ്പെടുന്ന പേര് കൺസ്യൂമറുകൾ എന്നാണ്. കൺസ്യൂമറുകൾ 3 തരത്തിൽ: പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടെറിഷ്യറി കൺസ്യൂമർ. എന്താണ് പ്രൈമറി കൺസ്യൂമർ? ഗ്രാസിനെ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെ ഭക്ഷിക്കുന്ന ആളെ വിളിക്കുന്ന പേര് പ്രൈമറി കൺസ്യൂമർ. പ്രൈമറി കൺസ്യൂമറിനെ ഭക്ഷിക്കുന്ന ആളെ വിളിക്കുന്ന പേര് സെക്കൻഡറി കൺസ്യൂമർ. സെക്കൻഡറി കൺസ്യൂമറിനെ ഭക്ഷിക്കുന്ന ആളെ വിളിക്കുന്ന പേര് ടെറിഷ്യറി കൺസ്യൂമർ. തീർന്നു. അപ്പൊ പ്രൊഡ്യൂസറിനെ ഭക്ഷിക്കുന്ന ആള് പ്രൈമറി കൺസ്യൂമർ, പ്രൈമറി കൺസ്യൂമറിനെ ഭക്ഷിക്കുന്ന ആള് സെക്കൻഡറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമറിനെ ഭക്ഷിക്കുന്ന ആളാണ് ടെറിഷ്യറി കൺസ്യൂമർ. കൺസ്യൂമർ കഴിഞ്ഞു. മക്കളെ, അടുത്തതാണ് ഡീകമ്പോസേഴ്സ്. മക്കളെ, എന്താണ് ഡീകമ്പോസേഴ്സ്? ദ നോൺ ഗ്രീൻഡ് ഓർഗാനിസം വിച്ച് ലിവ്സ് ഓൺ ഡെഡ് ആൻഡ് ഡീക്കേയിങ് പാർട്സ് ഓഫ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ്. മക്കളെ, ഡെഡ് ആയിട്ടുള്ളയും ഡീക്കേയിങ് പാർട്സിൽ ജീവിക്കുന്ന നോൺ ഗ്രീൻഡ് ആയിട്ടുള്ള ഓർഗാനിസങ്ങളെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഡീകമ്പോസർ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡീകമ്പോസ് ചെയ്യുന്ന ആൾക്കാരെ അറിയപ്പെടുന്ന പേരാണ് ഡീകമ്പോസർ. ഇപ്പം നമ്മൾ ഡെഡായെന്നിരിക്കട്ടെ. ഡെഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി മൈക്രോ ഓർഗാനിസങ്ങൾ എന്തോ ചെയ്യും? ഡീകമ്പോസ് ചെയ്യും. പിള്ളേരെ ഡീകമ്പോസ് ചെയ്യുന്ന ആൾക്കാരെ അറിയപ്പെടുന്ന പേരാണ് ഡീകമ്പോസേഴ്സ്. സൂപ്പറാണേ. ഡീകമ്പോസേഴ്സ് ആരൊക്കെയാണ്? ഫഞ്ചയും ബാക്ടീരിയയും. ഫഞ്ചൈ, ബാക്ടീരിയ, ഫംഗസ്, ബാക്ടീരിയ പോലുള്ള ഓർഗാനിസങ്ങളാണ് ആരെന്ന് പറയുന്നത്? ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. സിമ്പിൾ. 3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക: പ്രൊഡ്യൂസേഴ്സ്, കൺസ്യൂമേഴ്സ്, ഡീകമ്പോസേഴ്സ്. ഗ്രീൻ പ്ലാന്റ്സിനെ അറിയപ്പെടുന്ന പേരാണ് പ്രൊഡ്യൂസേഴ്സ്. എന്തുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിച്ചു? അവർക്ക് സ്വന്തമായിട്ട് ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അറിയപ്പെടുന്ന പേര് പ്രൊഡ്യൂസർ. പ്രൊഡ്യൂസറിനെ ഭക്ഷിക്കുന്ന ആൾ, കൺസ്യൂം ചെയ്യുന്ന ആൾ വിളിക്കുന്ന പേര് കൺസ്യൂമേഴ്സ്. 3ാമത് പഠിച്ചാൽ ഡീകമ്പോസേഴ്സ്. ഡെഡായിട്ടുള്ളയും ഡീക്കേയിങ് പാർട്ടിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്യാൻ കഴിവുള്ള മൈക്രോ ഓർഗാനിസങ്ങളെ അറിയപ്പെടുന്ന പേരാണ് ഡീകമ്പോസേഴ്സ്. 2 എക്സാമ്പിൾ പഠിച്ചു: ഫംഗസ് ആൻഡ് ബാക്ടീരിയ. ദ ഡീകമ്പോസേഴ്സ് ലിവ്സ് ഓൺ ഡെഡ് ഓർഗാനിക് മാറ്റർ കോൾഡ് ഡെട്രൈറ്റസ്. ഡീകമ്പോസേഴ്സ് കാണപ്പെടുന്ന ഡെഡ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്ററുകളെ അറിയപ്പെടുന്ന പേരാണ് ഡെട്രൈറ്റസ്. പിള്ളേരെ മറക്കരുത്, അടിപൊളിയായിട്ട് പഠിച്ചോണം. ഡെട്രൈറ്റസ്. ഡെഡ് ഓർഗാനിക് മാറ്ററിനെ അറിയപ്പെടുന്ന പേര് ഡെട്രൈറ്റസ്, അല്ലെങ്കിൽ ഡെഡിന്റെ D4 ഡെട്രൈറ്റസ് എന്നോർത്തിരുന്നാണ്. അപ്പോൾ പ്രൊഡ്യൂസർ കഴിഞ്ഞു,
കൺസ്യൂമർ കഴിഞ്ഞു, ഡീകമ്പോസേഴ്സ്. പിള്ളേരെ നെക്സ്റ്റ് ടോപ്പിക് മക്കളെ, അടുത്തത് സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം. സെക്കൻഡ് പാർട്ട് സ്ട്രക്ചർ ഓഫ് എക്കോസിസ്റ്റം. അതിൽ നമുക്കറിയേണ്ടത് 1 സ്പീഷ്യസ് കോമ്പോസിഷൻ, 2 സ്ട്രാറ്റിഫിക്കേഷൻ. പിള്ളേരെ എന്താണ് സ്പീഷ്യസ് കോമ്പോസിഷൻ? ഒരു എക്കോസിസ്റ്റത്തിലുള്ള, ഇപ്പം എക്കോസിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് പോണ്ട്, റിവേഴ്സ്, ഡെസേർട്ട്, ഗ്രാസ് ലാൻഡ്, ഫോറസ്റ്റ്. ഇപ്പോൾ ഒരു ഫോറസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഫോറസ്റ്റിലുള്ള സ്പീഷ്യസുകളുടെ എണ്ണത്തെ മൊത്തത്തിൽ അറിയപ്പെടുന്ന പേരാണ് സ്പീഷ്യസ് കോമ്പോസിഷൻ. എന്യൂമറേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് സ്പീഷ്യസ് ഈസ് കോൾഡ് സ്പീഷ്യസ് കോമ്പോസിഷൻ. ഒരു സ്പീഷ്യസിനെ ഐഡന്റിഫൈ ചെയ്ത് അതിൻ്റെ എണ്ണം എടുക്കുന്ന പ്രോസസ്സിനെ അറിയപ്പെടുന്ന പേരാണ് സ്പീഷ്യസ് കോമ്പോസിഷൻ. പിള്ളേരെ അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്കിന് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം, നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം, സ്ട്രാറ്റിഫിക്കേഷൻ. എന്താണ് സ്ട്രാറ്റിഫിക്കേഷൻ? പഠിച്ചോണം മക്കളെ. വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്പീഷ്യസ്. വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്പീഷ്യസ്. പിള്ളേരെ വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്പീഷ്യസ് ഈസ് നോൺ ആസ് സ്ട്രാറ്റിഫിക്കേഷൻ. സ്പീഷ്യസിന്റെ വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷനെ അറിയപ്പെടുന്ന പേരാണ് സ്ട്രാറ്റിഫിക്കേഷൻ. 1 മാർക്ക് ചോദ്യം ഉറപ്പിച്ചു. വെർട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്പീഷ്യസ് ഈസ് കോൾഡ് സ്ട്രാറ്റിഫിക്കേഷൻ. എക്സാമ്പിൾ ഇൻ ഫോറസ്റ്റ്. ഫോറസ്റ്റിൽ സ്പീഷ്യസുകളെ മക്കളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫോറസ്റ്റിന്റെ ടോപ്പ് ലെയർ, ഏറ്റവും മുകളിലത്തെ ലെയർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ലാർജ് ട്രീസ് ആണ് കാണുന്നത്. മിഡിൽ ലെയർ നോക്കിക്കഴിഞ്ഞാൽ ഷ്രബ്സ്, കുറ്റിച്ചെടികളാണ് കാണപ്പെടുന്നത്. ഏറ്റവും താഴെ ബോട്ടം ലെയർ നോക്കിക്കഴിഞ്ഞാൽ ഹെർബ്സ്, കുഞ്ഞു ചെടികളാണ് കാണപ്പെടുന്നത്. അപ്പം സ്പീഷ്യസുകളെ എന്തോ ചെയ്തിട്ടുണ്ട്? ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും താഴെ ഹെർബ്സ്, മുകളിൽ ഷ്രബ്സ്, ഏറ്റവും മുകളിൽ ട്രീസ്. അപ്പോൾ സ്പീഷ്യസുകളുടെ ഡിസ്ട്രിബ്യൂഷനെ അറിയപ്പെടുന്ന പേര് സ്ട്രാറ്റിഫിക്കേഷൻ. 1 മാർക്ക് ഉറപ്പിച്ചു മക്കളെ. അടുത്തത് ഫങ്ഷൻസ് ഓഫ് എക്കോസിസ്റ്റം. എക്കോസിസ്റ്റത്തിന് 4 ഫംഗ്ഷനാവുള്ളൂ. 1 പ്രൊഡക്ടിവിറ്റി, 2 ഡീകമ്പോസിഷൻ, 3 എനർജി ഫ്ലോ, 4 ന്യൂട്രിയന്റ് സൈക്കിൾ. പിള്ളേരെ പുതിയ സിലബസ് അനുസരിച്ച് ന്യൂട്രിയന്റ് സൈക്ലിംഗ് ഡിലീറ്റ് ചെയ്തു. അപ്പം നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള 3 ടോപ്പിക്കുകൾ: 1 പ്രൊഡക്ടിവിറ്റി, 2 ഡീകമ്പോസിഷൻ, 3 എനർജി ഫ്ലോ. ആദ്യത്തേതിലേക്ക് കിടക്കാം നമുക്ക്. ഒന്നാമത്തെ പ്രൊഡക്ടിവിറ്റി. പ്രൊഡക്ടിവിറ്റി എന്താണെന്ന് പഠിക്കും. പ്രൊഡക്ടിവിറ്റി എന്താണ്? പ്രൊഡക്ടിവിറ്റി ദ എമൗണ്ട് ഓഫ് ബയോമാസ് ഓർ ഓർഗാനിക് മാറ്റർ പ്രൊഡ്യൂസ്ഡ് പെർ യൂണിറ്റ് ഏരിയ ഓവർ എ ടൈം പീരീഡ് ബൈ പ്ലാന്റ്സ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. മക്കളെ, ഫോട്ടോസിന്തസിസ് വഴി ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത സ്ഥലത്ത് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിക് മാറ്ററിന്റെ പ്രൊഡ്യൂസ് ചെയ്ത ഫുഡിന്റെ അളവിനെ അറിയപ്പെടുന്ന പേരാണ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ പ്രൊഡക്ടിവിറ്റി 2 തരത്തിലാണ്: പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്നും സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്നും. എന്താണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി? പ്രൈമറി, പി ഫോർ പ്ലാന്റ്സ്, പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ഫോട്ടോസിന്തസിസ് വഴി പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത ഓർഗാനിക് മാറ്ററിന്റെ അളവിനെ അറിയപ്പെടുന്ന പേരാണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അപ്പോൾ മക്കളെ, എന്താണ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി? ദ റേറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ അറ്റ് കൺസ്യൂമർ ലെവൽ. കൺസ്യൂമർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിക് മാറ്ററിന്റെ അളവ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. അപ്പോൾ പ്രൊഡക്ടിവിറ്റി 2 തരത്തിൽ: പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്നും സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. പ്രൈമറിയുടെ പി പ്ലാന്റ്സ് എന്ന് ഓർത്തോണം. പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അളവാണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അളവാണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. കൺസ്യൂമർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അളവാണ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. ഇനി പ്രൈമറി പ്രൊഡക്ടിവിറ്റി നോക്കിയേ മക്കളെ. പ്രൈമറി പ്രൊഡക്ടിവിറ്റി 2 തരത്തിൽ. പ്രൈമറി പ്രൊഡക്ടിവിറ്റി 2 തരത്തിൽ മക്കളെ. 1 GPP, 2 NPP. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പ്രൈമറി പ്രൊഡക്ടിവിറ്റി 2 തരത്തിൽ: 1 GPP എന്നും 2 NPP എന്നും. മക്കളെ, എന്താണ് GPP എന്ന് ചോദിക്കും. കാച്ചിക്കോണം, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. പിള്ളേരെ ചോദിക്കും NPP എന്താണ്? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അപ്പൊ GPP ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, NPP നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. GPP ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, NPP നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. എന്താണ് GPP? ദ റേറ്റ് ഓഫ് ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് ഓർഗാനിക് മാറ്റർ ബൈ ഗ്രീൻ പ്ലാന്റ്സ്. മക്കളെ, ഗ്രീൻ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഫോട്ടോസിന്തസിസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിക് മാറ്ററിന്റെ അളവിനെ അറിയപ്പെടുന്ന പേരാണ് GPP. വെരി 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 ഇമ്പോർട്ടൻറ്റ്.
പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിക് മാറ്ററിന്റെ, പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് മെറ്റീരിയൽസിന്റെ ഓർഗാനിക് മാറ്ററിന്റെ അളവിനെ അറിയപ്പെടുന്ന പേരാണ് GPP. അപ്പൊ മക്കളെ NPP എന്താ? NPP, the balance of energy or organic matter after the cost of respiration. മക്കളെ GPPയിൽ നിന്ന് കുറച്ച് റെസ്പിറേഷൻ, GPPയിൽ പ്രൊഡ്യൂസ് ചെയ്ത കുറച്ച് ഓർഗാനിക് മാറ്റർ പ്ലാന്റ്സ് റെസ്പിറേഷന് വേണ്ടി ഉപയോഗിക്കും. പ്ലാന്റ്സ് റെസ്പിറേഷന് വേണ്ടി ഉപയോഗിക്കും. അപ്പൊ GPPയിൽ കിട്ടുന്നത് 100 കലോറി ആണെന്നിരിക്കട്ടെ ഓർഗാനിക് മാറ്റർ. ഈ 100 കലോറിയിൽ റെസ്പിറേഷന് വേണ്ടി ഒരു 10 കലോറി യൂസ് ചെയ്തെന്നിരിക്കട്ടെ. ബാക്കി എത്ര ഉണ്ട്? 100 - 10 90. അപ്പൊ റെസ്പിറേഷന് ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന GPPയുടെ അളവിനെ വിളിക്കുന്ന പേരാണ് NPP. അപ്പൊ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത ഓർഗാനിക് മാറ്ററിന്റെ അളവ് GPP, റെസ്പിറേഷൻ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്നത് NPP. അപ്പം വാട്ട് ഈസ് GPP, വാട്ട് ഈസ് NPP? പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്ത ഓർഗാനിക് മാറ്ററിന്റെ അളവ് GPP, റെസ്പിറേഷന് ശേഷം ബാക്കി വരുന്നത് NPP. അപ്പം വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ GPP ആൻഡ് NPP? ഒരുപാട് തവണ ചോദിച്ചു. GPP NPPയും തമ്മിലുള്ള റിലേഷൻ എന്താണ്, ബന്ധം എന്താണ്? NPP = GPP - R. മക്കളെ GPPയിൽ നിന്നും റെസ്പിറേഷന് വേണ്ടി കുറച്ച് ഉപയോഗിച്ച് അതിനുശേഷം ബാക്കി വരുന്നതാണ് NPP. അപ്പൊ NPP എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NPP = GPP - R. NPP = GPP - R. NPP = GPP - R. ക്ലിഞ്ചനായിട്ട് പഠിച്ചോ, പരീക്ഷയ്ക്ക് ചോദിക്കും, ഉറപ്പാണ്. NPP = GPP - R. NPP നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി മൈനസ് റെസ്പിറേഷൻ. ശരി, അടുത്ത മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ. പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചു. പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിക് മാറ്ററിന്റെ അളവാണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി? പ്രൈമറി പ്രൊഡക്ടിവിറ്റിയെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? മക്കളെ 4 ഫാക്ടർ. 1, ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഓഫ് പ്ലാന്റ്സ്. മക്കളെ ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി കൂടുമ്പോൾ പ്രൊഡക്ടിവിറ്റി എന്തോ ചെയ്യും മക്കളെ? കൂടും. 2, അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ്. ന്യൂട്രിയൻസിന്റെ അവൈലബിലിറ്റി കൂടുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡിന്റെ അളവ് എന്തോ ചെയ്യും? കൂടും. അപ്പൊ രണ്ടാമത്തെ ഫാക്ടർ അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ്. മക്കളെ 3, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ടെമ്പറേച്ചറും ലൈറ്റും ഒക്കെ ആവശ്യത്തിന് ലഭിക്കുകയാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡ് മെറ്റീരിയൽസിന്റെ അളവ് എന്തോ ചെയ്യും മക്കളെ? കൂടും. അപ്പൊ മൂന്നാമത്തത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. 4, പ്ലാന്റ് സ്പീഷീസ് ഇൻഹിബിറ്റിംഗ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ. ഒരു ഏരിയയിൽ താമസിക്കുന്ന പ്ലാന്റ് സ്പീഷീസുകളുടെ പ്രത്യേകത, അവിടെ ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഉള്ള പ്ലാന്റ്സ് ആണ് അവിടെ കൂടുതൽ കാണപ്പെടുന്നതെങ്കിൽ, ഗ്രീൻ പ്ലാന്റ്സ് ആണ് കൂടുതൽ കാണപ്പെടുന്നതെങ്കിൽ പ്രൊഡക്ടിവിറ്റി എന്തോ ചെയ്യും മക്കളെ? കൂടും. അപ്പോൾ പ്രൈമറി പ്രൊഡക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന 4 ഫാക്ടർ: 1, ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഓഫ് പ്ലാന്റ്സ്; 2, അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ്; 3, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്; 4, പ്ലാന്റ് സ്പീഷീസ് ഇൻഹിബിറ്റിംഗ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ. മക്കളെ ചോദിച്ചതാണ്, മറക്കരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈമറി പ്രൊഡക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകൾ എത്ര എണ്ണമാണ്? 4 എണ്ണമാണ്. ഏതൊക്കെയാണ്? ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി ഓഫ് പ്ലാന്റ്സ്; 2, അവൈലബിലിറ്റി ഓഫ് ന്യൂട്രിയൻസ്; 3, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്; 4, പ്ലാന്റ് സ്പീഷീസ് ഇൻഹിബിറ്റിംഗ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ. അപ്പോൾ മക്കളെ നമ്മുടെ ചാപ്റ്ററിലെ ഒന്നാമത്തെ ടോപ്പിക് കഴിഞ്ഞു, പ്രൊഡക്ടിവിറ്റി. 2, ഡീകമ്പോസിഷൻ. മക്കളെ എന്താണ് ഡീകമ്പോസിഷൻ? ദ ബ്രേക്ക് ഡൗൺ ഓഫ് കോംപ്ലക്സ് ഓർഗാനിക് മെറ്റീരിയൽ ഇൻ ടു സിമ്പിൾ വൺസ്. കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മെറ്റീരിയൽ സിമ്പിൾ ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ന്യൂട്രിയൻസുമായിട്ട് മാറുന്ന പ്രോസസ്സിനെ അറിയപ്പെടുന്ന പേരാണ് ഡീകമ്പോസിഷൻ. അപ്പോൾ എന്താണ് മക്കളെ ഡീകമ്പോസിഷൻ? കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ എന്തായിട്ട് മാറുന്നു? കുഞ്ഞു കുഞ്ഞ് സിമ്പിൾ ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ന്യൂട്രിയൻസും ഒക്കെ ആയിട്ട് മാറുന്ന പ്രോസസ്സിനെ അറിയപ്പെടുന്ന പേരാണ് ഡീകമ്പോസിഷൻ. മക്കളെ ഡീകമ്പോസിഷന്റെ റോ മെറ്റീരിയലിനെ അറിയപ്പെടുന്ന പേരാണ് ഡെട്രൈറ്റസ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ഡെട്രൈറ്റസ്? ഡെഡ് ഓർഗാനിക് മാറ്ററിനെ അറിയപ്പെടുന്ന പേരാണ് ഡെട്രൈറ്റസ്. അപ്പൊ ഡീകമ്പോസിഷൻ നടക്കുന്നത് ലിവിങ്ങിലാണോ ഡെഡ് ആയിട്ടുള്ള പാർട്ടിലാണോ? ഡെഡ് ആയിട്ടുള്ള പാർട്ടിൽ. അപ്പൊ ഡീകമ്പോസിഷന്റെ റോ മെറ്റീരിയൽ ആരാണ്? ഡെട്രൈറ്റസ് ആണ്. ആരാണ് ഡെട്രൈറ്റസ്?
ദാണ്ടേ ഡെഡ് റിമെയിൻസ് ഓഫ് പ്ലാന്റ്സ്, ഡെഡ് റിമെയിൻസ് ഓഫ് ആനിമൽസ് including fecal matter are called detritus. So detritus is the raw material for decomposition. മക്കളെ ഡെഡ് മെറ്റീരിയൽസിലെ ഡീകമ്പോസിഷൻ നടക്കത്തുള്ളൂ. ഡെഡ് മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേര് ഡെട്രൈറ്റസ് എന്നാണ്. അപ്പം ഡീകമ്പോസിഷൻ നടക്കാനുള്ള റോ മെറ്റീരിയൽ ആണ് ഏറെന്ന് പറയുന്നത് ഡെട്രൈറ്റസ് എന്ന് പറയുന്നത്. മക്കളെ ഡീകമ്പോസിഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ഡീകമ്പോസിഷന് പ്രധാനമായിട്ടും 5 സ്റ്റെപ്പാണുള്ളത്. മക്കളെ 1 ഫ്രാഗ്മെൻറ്റേഷൻ, 2 ലീച്ചിങ്, 3 കാറ്റബോളിസം, 4 ഹ്യൂമിഫിക്കേഷൻ, 5 മിനറലൈസേഷൻ. അപ്പോൾ ഡീകമ്പോസിഷൻ 5 സ്റ്റെപ്പ്: 1 ഫ്രാഗ്മെൻറ്റേഷൻ, 2 ലീച്ചിങ്, 3 കാറ്റബോളിസം, 4 ഹ്യൂമിഫിക്കേഷൻ, 5 മിനറലൈസേഷൻ. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ ഡീകമ്പോസിഷൻ? നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം, നിങ്ങളുടെ പരീക്ഷയ്ക്ക് 2 മാർക്കിന് ചോദിച്ച ചോദ്യം. ഡീകമ്പോസിഷൻ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? 1 ഫ്രാഗ്മെന്റേഷൻ, 2 ലീച്ചിങ്, 3 കാറ്റബോളിസം, 4 ഹ്യൂമിഫിക്കേഷൻ, 5 മിനറലൈസേഷൻ. മറക്കല് മക്കളെ, മറക്കല്. ഈ 5 സ്റ്റെപ്പുകൾ നമ്മൾ പഠിക്കാൻ പോകും. മക്കളെ ഒന്നാമത്തത് ഫ്രാഗ്മെന്റേഷൻ. മക്കളെ ഡെട്രൈറ്റസിനെ തിന്നുന്ന ആൾക്കാരെ അറിയപ്പെടുന്ന പേര് ഡെട്രൈറ്റിവോറസ്. അപ്പം ഡെട്രൈറ്റിവോറസ് ഡെട്രൈറ്റിസിനെ എന്താക്കി മാറ്റുന്നു? സ്മാളർ പാർട്ടിക്കിൾസ് ആക്കി മാറ്റുന്നു, ഫ്രാഗ്മെന്റുകളാക്കി മാറ്റുന്നു. പ്രോസസ്സിനെ അറിയപ്പെടുന്ന പേരാണ് ഫ്രാഗ്മെന്റേഷൻ. അപ്പം ഒരു പ്ലാന്റിൽ നിന്നൊരു ഇല കൊഴിഞ്ഞു വീണു. ആ ഇലയെ മണ്ണിലുള്ള മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ഡെട്രൈറ്റിവോറസ് അതിനെ എന്തോ ചെയ്യും? കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി മാറ്റും. വിളിക്കുന്ന പേരാണ് ഫ്രാഗ്മെന്റേഷൻ. പരീക്ഷയ്ക്ക് ചോദിക്കും, ആരാണ് ഈ ഡെട്രൈറ്റിവോറസ്? മണ്ണിൽ കാണപ്പെടുന്ന ആരൊക്കെയാണ് ഡെട്രൈറ്റിവോറസ്? എർത്ത്-വോം, സെന്റിപീഡ്, മില്ലിപീഡ്, ടെർമൈറ്റ്സ്. ടെർമൈറ്റ്സ് എന്ന് പറഞ്ഞ ചിതല് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ചില തടികളൊക്കെ കിടക്കുകയാണെങ്കിൽ ആ തടികളിൽ വന്ന് ചിതലരിക്കും. അപ്പോൾ ഈ തടി എന്തായി? കുഞ്ഞു കുഞ്ഞു സിമ്പിൾ പീസുകൾ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പാർട്ടികളായിട്ട് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഫ്രാഗ്മെന്റുകളായിട്ട് മാറും. വിളിക്കുന്ന പേര് ഫ്രാഗ്മെന്റേഷൻ. പിള്ളേരെ മനസ്സിലായി? ഡീകമ്പോസിഷന്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഫ്രാഗ്മെന്റേഷൻ. എന്താണ് ഫ്രാഗ്മെന്റേഷൻ? കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മാറ്റർ സിമ്പിളർ ആയിട്ടുള്ള സ്മാളർ പാർട്ടിക്കിൾ ആയിട്ട് സ്മാളർ ഫ്രാഗ്മെന്റ് ആയിട്ട് മാറുന്ന പ്രോസസ്സിനെ അറിയപ്പെടുന്ന പേര് ഫ്രാഗ്മെന്റേഷൻ. പിള്ളേരെ രണ്ടാമത്തെ സ്റ്റെപ്പ് ലീച്ചിങ്. വാട്ടർ സോലിബിൾ ആയിട്ടുള്ള ഇനോർഗാനിക് ന്യൂട്രിയൻസ് go down into the soil and get precipitated as unavailable salt. മക്കളെ ഈ ഫ്രാഗ്മെന്റേഷൻ നടന്ന ഭാഗങ്ങളിൽ നിന്ന് എന്താണ് വാട്ടർ സോലിബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ എന്തോ ചെയ്യുന്നു? വാട്ടർ എവിടാ ഉള്ളത്? മണ്ണിനടിയിൽ. അതെന്തോ ചെയ്യും? മണ്ണിനടിയിലേക്ക് പോകും. വാട്ടർ സോലിബിൾ ആയിട്ടുള്ള ആൾക്കാര് മണ്ണിനടിയിലേക്ക് പോയി സാൾട്ടായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ അറിയപ്പെടുന്ന പേരാണ് ലീച്ചിങ്. അപ്പോൾ വാട്ടർ സോലിബിൾ സബ്സ്റ്റൻസ് ഗോസ് ഡൗൺ ഇൻ ടു ദ സോയിൽ ആൻഡ് പെർസിപ്പിറ്റേറ്റഡ് ആസ് അൺഅവൈലബിൾ സാൾട്ട്. അൺഅവൈലബിൾ ആയിട്ടുള്ള സാൾട്ടായിട്ട് പെർസിപ്പിറ്റേറ്റ് ചെയ്യുന്ന, ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഈ സ്റ്റെപ്പിനെ അറിയപ്പെടുന്ന പേരാണ് ലീച്ചിങ്. പിള്ളേരെ മൂന്നാമത്തെ സ്റ്റെപ്പ് കാറ്റബോളിസം. നേരത്തെ ഡെട്രൈറ്റിവോറസ് ഒന്ന് ഫ്രാഗ്മെന്റുകളാക്കിയായിരുന്നു. ഇനി വീണ്ടും ഫംഗസ് അല്ലെങ്കിൽ ബാക്ടീരിയക്കകത്തുള്ള എൻസൈം വീണ്ടും ഡെട്രൈറ്റസിനെ എന്തോ ചെയ്യുന്നു? ഡീഗ്രേഡ് ചെയ്യുന്നു, ഡീകമ്പോസ് ചെയ്യുന്നു. ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ എൻസൈം അഗൈൻ ഡീകമ്പോസസ് ദ ഡെട്രൈറ്റസ്. വീണ്ടും ഡെട്രൈറ്റസിനെ വീണ്ടും കുഞ്ഞു കുഞ്ഞു പൊടിക്കുന്നു. വിളിക്കുന്ന പേരാണ് കാറ്റബോളിസം. അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പ് കാറ്റബോളിസം. 3 സ്റ്റെപ്പ് പഠിച്ചു. ഡെട്രൈറ്റസിനെ ഫ്രാഗ്മെന്റ് ആക്കി മാറ്റുന്ന പ്രോസസ് ഫ്രാഗ്മെന്റേഷൻ. ഫ്രാഗ്മെന്റേഷൻ കഴിഞ്ഞുണ്ടാവുന്ന വാട്ടർ സോലിബിൾ സബ്സ്റ്റൻസ് മണ്ണിൻ്റെ ഉള്ളിലേക്ക് പോയി ഡെപ്പോസിറ്റ് ചെയ്യുന്ന പ്രോസസ് ലീച്ചിങ് കഴിഞ്ഞ് ഡെട്രൈറ്റസിനെ വീണ്ടും ഡീകമ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യുന്ന പ്രോസസ്സിനെ അറിയപ്പെടുന്ന പേരാണ് കാറ്റബോളിസം. മക്കളെ നാലാമത്തെ സ്റ്റെപ്പാണ് ഹ്യൂമിഫിക്കേഷൻ. എന്താണ് ഹ്യൂമിഫിക്കേഷൻ? ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഹ്യൂമസ്. മക്കളെ ഹ്യൂമസ് ഉണ്ടാവുന്ന പ്രോസസ്സിനെ അറിയപ്പെടുന്ന പേരാണ് ഹ്യൂമിഫിക്കേഷൻ. അപ്പൊ പിള്ളേരെ നിങ്ങളുടെ അടുത്ത ചോദ്യം, സാറേ എന്താണ് ഈ ഹ്യൂമസ്? ഹ്യൂമസ് ഈസ് എ ഡാർക്ക് കളേർഡ് അമോർഫസ് സബ്സ്റ്റൻസ്. മക്കളെ നിങ്ങൾ തടിയൊക്കെ അഴുകുന്നത് കണ്ടിട്ടുണ്ട് വെള്ളത്തിൽ കിടന്ന്. അപ്പൊ ഈ അഴുകുന്ന സാധനങ്ങളിൽ അല്ലെങ്കിൽ ഡീകമ്പോസ് ചെയ്യുന്ന സാധനങ്ങളിൽ കറുത്ത കളറുകൾ കാണപ്പെടാം.
ഈ തടിയിലൊക്കെ കറുത്ത വഴുവഴുപ്പുള്ള കറുത്ത സബ്സ്റ്റൻസുകൾ കാണപ്പെടും, അമോർഫസ് സബ്സ്റ്റൻസ്. ഈ ഡാർക്ക് കളേർഡ് സബ്സ്റ്റൻസിനെ അറിയപ്പെടുന്ന പേരാണ് ഹ്യൂമസ്. മക്കളെ, ഹ്യൂമസ് ഉണ്ടാവുന്ന സ്റ്റെപ്പിനെ അറിയപ്പെടുന്ന പേര് ഹ്യൂമിഫിക്കേഷൻ. ഹ്യൂമസിന്റെ പ്രത്യേകതകൾ എന്താണ്? ഇറ്റ് ഈസ് ഹൈലി റെസിസ്റ്റൻസ് ടു മൈക്രോബിയൽ ആക്ടിവിറ്റി. മൈക്രോബ്സിന് പെട്ടെന്ന് ഇതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ മൈക്രോബ്സിന് ഇതിനെ ആക്ട് ചെയ്യാൻ പറ്റത്തില്ല ഇതിൽ. അതുകൊണ്ട് മൈക്രോബ്സ് ആണല്ലോ ഡീകമ്പോസിഷൻ നടത്തുന്നത്. മൈക്രോബ്സിന് പെട്ടെന്ന് ആക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സോ ഇറ്റ് അണ്ടർഗോ എക്സ്ട്രീംലി സ്ലോ ഡീകമ്പോസിഷൻ. അപ്പോൾ ഇവിടെ ഡീകമ്പോസിഷൻ വളരെ പതിയാണ് നടക്കുന്നത്. കാരണം ദിസ് ഹ്യൂമസ് ഈസ് ഹൈലി റെസിസ്റ്റന്റ് ടു മൈക്രോബിയൽ ആക്ടിവിറ്റി. മൈക്രോബ്സിന് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഡീകമ്പോസിഷൻ വളരെ പതിയെ നടക്കും. മറ്റു പ്രത്യേകത, ഇറ്റ് സെർവ് ആസ് എ റിസർവെയർ ഓഫ് ന്യൂട്രിയൻസ്. ഹ്യൂമസ് നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമസിന്റെ അകത്ത് മക്കളെ ഒരുപാട് ന്യൂട്രിയൻസ് കാണപ്പെടും. സോ ഇറ്റ് ഈസ് ആക്ട് ആസ് എ റിസർവെയർ ഓഫ് ന്യൂട്രിയൻസ്. റിസർവെയർ ഓഫ് ന്യൂട്രിയൻസ്, ന്യൂട്രിയൻസിന്റെ റിസർവെയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്? ഹ്യൂമസ്. അപ്പോൾ ഹ്യൂമസിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ഹൈലി റെസിസ്റ്റന്റ് ടു മൈക്രോബിയൽ ആക്ടിവിറ്റി ആൻഡ് ഇറ്റ് ആക്ട് ആസ് എ റിസർവെയർ ഓഫ് ന്യൂട്രിയൻസ്. മക്കളെ, ലാസ്റ്റ് സ്റ്റെപ്പ് മിനറലൈസേഷൻ. ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മിനറൽസ് ഓർ ന്യൂട്രിയൻസ് ഈസ് കോൾഡ് മിനറലൈസേഷൻ. മക്കളെ, മിനറൽസ് ഉണ്ടാവുന്ന സ്റ്റെപ്പിനെ അറിയപ്പെടുന്ന പേരാണ് മിനറലൈസേഷൻ. സിമ്പിൾ. നിങ്ങളുടെ അടുത്ത പരീക്ഷയ്ക്ക് വരുന്ന ടോപ്പിക്ക് നമ്മൾ പഠിച്ചു, ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷൻ 5 സ്റ്റെപ്പ്. 1 ഫ്രാഗ്മെന്റേഷൻ, ഫ്രാഗ്മെന്റ് ആയിട്ട് മാറുന്നത് ഫ്രാഗ്മെന്റേഷൻ. പിള്ളേര്, രണ്ടാമത്തത് ലീച്ചിങ്. വാട്ടർ സോലിബിൾ സബ്സ്റ്റൻസ് മണ്ണിനടിയിലേക്ക് പോകുന്ന സ്റ്റെപ്പിനെ അറിയപ്പെടുന്ന പേര് ലീച്ചിങ്. വീണ്ടും ഡീഗ്രേഡ് ചെയ്യുന്ന പ്രോസസ് കാറ്റബോളിസം. ഹ്യൂമസ് ഉണ്ടാവുന്നത് ഹ്യൂമിഫിക്കേഷൻ, മിനറൽസ് ഉണ്ടാവുന്നത് മിനറലൈസേഷൻ. പിള്ളേരെ, ഡീകമ്പോസിഷൻ 5 സ്റ്റെപ്പ്: ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ, മിനറലൈസേഷൻ. മറക്കരുത്. സ്റ്റെപ്പിന്റെ പേര് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 5 സ്റ്റെപ്പ് ഉണ്ട്, 5 സ്റ്റെപ്പ്. ഡീകമ്പോസിഷന് 5 സ്റ്റെപ്പ് ഉണ്ട്, 5 സ്റ്റെപ്പിന്റെ പേര് മറക്കരുത്. മക്കളെ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡീകമ്പോസിഷൻ. ഡീകമ്പോസിഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ എന്തൊക്കെയാണ്? മക്കളെ, 2 ഫാക്ടർ. 1 ക്ലൈമാറ്റിക് ഫാക്ടർ, 2 കെമിക്കൽ ഫാക്ടേഴ്സ്. എന്താണ് ക്ലൈമാറ്റിക് ഫാക്ടർ? നോക്കാം മക്കളെ. ക്ലൈമാറ്റിക് ഫാക്ടർ എന്തൊക്കെയാണ്? മക്കളെ, 1 ടെമ്പറേച്ചർ, 2 സോയിൽ മോയ്സ്ചർ. രണ്ടിന്റെ പ്രത്യേകത നോക്കിക്കോ മക്കളെ. ടെമ്പറേച്ചറും സോയിൽ മോയ്സ്ചറും കൂടുകയാണെങ്കിൽ ഡീകമ്പോസിഷന്റെ റേറ്റ് എന്തോ ചെയ്യും മക്കളെ? കൂടും. ഇഫ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്, the rate of decomposition also increases. If soil moisture increases, the rate of decomposition also increases. അപ്പം ഡീകമ്പോസിഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടറിൽ ഒന്നാമത്തത് ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ്. ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് വരുന്ന 2 എണ്ണം. ഒന്നാമത്തത് ടെമ്പറേച്ചർ, 2 സോയിൽ മോയ്സ്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഡീകമ്പോസിഷന്റെ റേറ്റ് കൂടും, സോയിൽ മോയ്സ്ചർ കൂടുമ്പോൾ ഡീകമ്പോസിഷന്റെ റേറ്റ് കൂടും. പിള്ളേരെ, രണ്ടാമത്തത് കെമിക്കൽ ഫാക്ടേഴ്സ് ഓർ കെമിക്കൽ കോമ്പോസിഷൻ. മക്കളെ, ഡെട്രൈറ്റസിന്റെ അകത്ത് ലിഗ്നിനും കൈറ്റിനും കൂടുതലാണെങ്കിൽ, ആരൊക്കെ? ലിഗ്നിനും കൈറ്റിനും. ഡെട്രൈറ്റസിലല്ലേ ഡീകമ്പോസിഷൻ നടക്കേണ്ടത്? ഡെട്രൈറ്റസിന്റെ അകത്ത് ലിഗ്നിനും കൈറ്റിനും കൂടുതലാണെങ്കിൽ ഡീകമ്പോസിഷൻ സ്ലോ ആയിരിക്കും. ഇഫ് ദ എമൗണ്ട് ഓഫ് ലിഗ്നിൻ ആൻഡ് കൈറ്റിൻ ഈസ് ഹൈ, ദ റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഡിക്രീസസ്. ലിഗ്നിനും കൈറ്റിനും കൂടുതലാണെങ്കിൽ ഡീകമ്പോസിഷന്റെ റേറ്റ് കുറയും. മക്കളെ, നൈട്രജനും ഷുഗേഴ്സിന്റെ അളവ് കൂടുതലാണെങ്കിൽ ഡീകമ്പോസിഷന്റെ റേറ്റ് കൂടും. ഇപ്പൊ ലിഗ്നിന്റെ കൈറ്റിന്റെ അളവ് കൂടിയാൽ ഡീകമ്പോസിഷന്റെ റേറ്റ് കുറയും. നൈട്രജന്റെയും ഷുഗറിന്റെ അളവ് കൂടുതലാണെങ്കിൽ ഡീകമ്പോസിഷന്റെ റേറ്റ് കൂടും. മക്കളെ, അനൈറോബയോസിസ് ഇൻഹിബിറ്റ് ഡീകമ്പോസിഷൻ. അനൈറോബിക് കണ്ടീഷൻ എന്താണ്? ഓക്സിജൻ ഇല്ല. ഓക്സിജൻ ഇല്ലെങ്കിൽ ഡീകമ്പോസിഷൻ ഇൻഹിബിറ്റ് ചെയ്യും, തടസ്സപ്പെടും. ദാറ്റ് ഈസ്, ഇഫ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻക്രീസസ്, the rate of decomposition also increases. If the amount of oxygen decreases, the rate of decomposition also decreases. അപ്പോൾ ഡീകമ്പോസിഷനെ അഫക്ട് ചെയ്യുന്ന 2 ഫാക്ടർ, 1 ക്ലൈമാറ്റിക് ഫാക്ടറും 2 കെമിക്കൽ ഫാക്ടറും. ക്ലൈമാറ്റിക് ഫാക്ടർ 2 എണ്ണം: ടെമ്പറേച്ചറും സോയിൽ മോയ്സ്ചർ. ടെമ്പറേച്ചർ കൂടിയാൽ ഡീകമ്പോസിഷന്റെ റേറ്റ് കൂടും, സോയിൽ മോയ്സ്ചർ കൂടിയാലും ഡീകമ്പോസിഷന്റെ റേറ്റ് കൂടും. കെമിക്കൽ ഫാക്ടറുകൾ 3 എണ്ണം പഠിക്കാനുണ്ട്. ലിഗ്നിന്റെയും കൈറ്റിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഡീകമ്പോസിഷന്റെ റേറ്റ് കുറയും. നൈട്രജന്റെയും ഷുഗറിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഡീകമ്പോസിഷന്റെ റേറ്റ് കൂടും. ഇനി ഓക്സിജന്റെ അളവ് കൂടിയാൽ ഡീകമ്പോസിഷന്റെ റേറ്റ് കൂടും, ഓക്സിജന്റെ അളവ് കുറഞ്ഞാൽ ഡീകമ്പോസിഷന്റെ റേറ്റ് കുറയും. ബിക്കോസ് ഇറ്റ് ഈസ് എ ലാർജ്ലി ഓക്സിജൻ റിക്വയറിംഗ് പ്രോസസ്. ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് ഓക്സിജൻ വേണ്ടുന്ന പ്രോസസ്സാണ്.
അതുകൊണ്ട് ഓക്സിജൻ ഇല്ലാതെ ഡീകമ്പോസിഷൻ നടക്കത്തില്ല. സോ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം, വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ ഡീകമ്പോസിഷൻ ആൻഡ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡീകമ്പോസിഷൻ? ഓക്കെ ആണ് മക്കളെ. അടുത്ത ടോപ്പിക്, ലാസ്റ്റ് ടോപ്പിക്, എനർജി ഫ്ലോ. എനർജി ഫ്ലോ എന്താണ് മക്കളെ? നമുക്ക് എനർജി, നമ്മുടെ എക്കോസിസ്റ്റത്തിന്, നമ്മുടെ പ്രകൃതിക്ക് എനർജി കിട്ടുന്നത് എവിടെ നിന്നാണ്? സണ്ണിൽ. മക്കളെ, സണ്ണിൽ നിന്ന് വരുന്ന റേഡിയേഷനിൽ 50% എന്താണ് മക്കളെ? PAR ആണ്. എന്താണ് PAR? പരീക്ഷയ്ക്ക് നിങ്ങളുടെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ 3 കാര്യങ്ങൾ ചോദിക്കും. ഒന്ന്, NPP എന്താണ്? നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. 2, GPP എന്താണ്? ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. മൂന്നാമത്തത് PAR, ദാറ്റ് ഈസ് ദ ഫുൾ ഫോം ഓഫ് PAR, ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ. അപ്പൊ സൂര്യനിൽ നിന്ന് വരുന്ന 50% റേഡിയേഷനുകളിലും ഫോട്ടോസിന്തസിസിനുള്ള കഴിവുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ഫോട്ടോസിന്തറ്റിക് ആക്റ്റീവ് റേഡിയേഷൻ. എനർജി ഫ്ലോയ്ക്കകത്ത് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഫസ്റ്റ് വൺ, കൺവേർഷൻ ഓഫ് ലൈറ്റ് എനർജി ഇൻ ടു ഫുഡ്. സൂര്യനിൽ നിന്ന് വരുന്ന ലൈറ്റ് എനർജി ഉപയോഗിച്ച് പ്ലാന്റ്സ് എന്തോ പ്രിപ്പയർ ചെയ്യുന്നു? ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. ഇനി പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് അല്ലെങ്കിൽ എനർജി ഒരു ഓർഗാനിസത്തിൽ നിന്ന് മറ്റൊരു ഓർഗാനിസത്തിലേക്ക് എന്തോ ചെയ്യപ്പെടുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ എനർജി ഫ്ലോയിൽ എന്തൊക്കെ നടക്കും? എനർജി പ്രൊഡ്യൂസ് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി എന്തോ ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. ഇതാ നോക്ക്, ഗ്രാസ് ഫുഡ് പ്രൊഡ്യൂസ് ചെയ്തു. ഗ്രാസിനെ ആര് ഭക്ഷിച്ചു? റാബിറ്റ്. അപ്പോൾ ഗ്രാസിൽ നിന്ന് എനർജി എങ്ങോട്ട് കയറി? റാബിറ്റ്. റാബിറ്റിനെ ആര് ഭക്ഷിച്ചു? ഫോക്സ്. ഫോക്സിനെ ആര് ഭക്ഷിച്ചു? ലയൺ. ഓക്കെ ആണല്ലോ. അപ്പോൾ എനർജി ഫ്ലോയ്ക്കകത്ത് പ്രധാനമായിട്ട് 2 കാര്യം നടക്കും. കൺവേർഷൻ ഓഫ് ലൈറ്റ് എനർജി ഇൻ ടു ഫുഡ്, 2 ട്രാൻസ്ഫർ ഓഫ് എനർജി. എനർജി ഫ്ലോ ഈസ് ബേസ്ഡ് ഓൺ 2 ലോ ഓഫ് തെർമോഡൈനാമിക്സ്. മക്കളെ, എനർജി ഫ്ലോ നടക്കുന്നത് പ്രധാനമായിട്ടും തെർമോഡൈനാമിക്സിലെ 2 ലോയുടെ അടിസ്ഥാനത്തിലാണ്. ഒന്നാമത്തെ ലോ നമുക്ക് എല്ലാവർക്കും അറിയാം, എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എന്തോ ചെയ്യാൻ പറ്റത്തില്ല? ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ക്യാൻ ബി ട്രാൻസ്ഫർ ഫ്രം വൺ ഫോം ടു അതർ. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് നമുക്ക് എന്തോ ചെയ്യാം? ട്രാൻസ്ഫർ ചെയ്യാം. രണ്ടാമത്, സം amount of energy is lost when energy in one form is converted into another. ഒരു ഫോമിൽ നിന്ന് അനദർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കുറച്ച് എനർജി എന്തോ ചെയ്യും മക്കളെ? ലോസ് ചെയ്യും, നഷ്ടപ്പെടും. അപ്പം 2 ലോ, ഒന്നാമത്തത് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. നമ്പർ 2, സം amount of energy is lost when energy is converted from one form to another form. That is, no energy transformation is 100% efficient. 100% എനർജി ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ദാണ്ട ഗ്രാസിൽ നിന്ന് എനർജി എങ്ങോട്ട് കയറി? റാബിറ്റിലേക്ക് കയറി. ഗ്രാസിനെ ആര് ഭക്ഷിച്ചു? റാബിറ്റ് ആരെ ഭക്ഷിച്ചു? ഗ്രാസിനെ. അപ്പൊ ഗ്രാസിൽ നിന്ന് എനർജി എങ്ങോട്ട് കയറും? റാബിറ്റിലേക്ക് കയറും. പക്ഷെ ഗ്രാസ് പ്രൊഡ്യൂസ് ചെയ്ത എനർജി ഫുള്ള് റാബിറ്റിന് കിട്ടുമോ? ഇല്ല. കുറച്ച് എനർജി എന്തോ ചെയ്യും? ലോസ് ചെയ്യും, നഷ്ടപ്പെടും. അതാണ് തെർമോഡൈനാമിക്സിലെ 2ാമത്തെ ലോ പറയുന്നത്. ഇനി അറിയിരിക്കേണ്ടത് എന്താണ് ഫുഡ് ചെയിൻ. നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ് ഫുഡ് ചെയിൻ. അതാ നോക്കൂ മക്കളെ, ഗ്രാസിനെ ആര് ഭക്ഷിച്ചു? റാബിറ്റിനെ ആര് ഭക്ഷിക്കുന്നു? ഫോക്സിനെ ആര് ഭക്ഷിക്കുന്നു? ലയൺ. ഇത്തരത്തിൽ ഒരാൾ മറ്റൊരാളെ ഈറ്റ് ചെയ്ത് ഇങ്ങനെ ചെയിൻ ഫോം ചെയ്യുകയാണെങ്കിൽ ഈ ചെയിനെ അറിയപ്പെടുന്ന പേരാണ് ഫുഡ് ചെയിൻ. സോ ദ ട്രാൻസ്ഫർ ഓഫ് ഫുഡ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു സീരീസ് ഓഫ് ഓർഗാനിസം ഈസ് കോൾഡ് ഫുഡ് ചെയിൻ. മക്കളെ, ഫുഡ് ചെയിനിലെ ഓരോ ലെവലിനെ അറിയപ്പെടുന്ന പേരാണ് ട്രോഫിക് ലെവൽ. ഫുഡ് ചെയിനിനെ ഓരോ ലെവലിനെ അറിയപ്പെടുന്ന പേര് ട്രോഫിക് ലെവൽ. ഇപ്പൊ ഗ്രാസ് ഒരു ട്രോഫിക് ലെവൽ, ഫോക്സ് ഒരു ട്രോഫിക് ലെവൽ. അങ്ങനെ ഫുഡ് ചെയിനിലെ ഓരോ ലെവലിനെ, ഓരോ ആൾക്കാരെ അറിയപ്പെടുന്ന പേരാണ് ട്രോഫിക് ലെവൽ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഫുഡ് ചെയിൻ 2 തരത്തിലാണ്. ഒന്ന് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ, 2 ഡെട്രൈറ്റസ് ഫുഡ് ചെയിൻ. പേരൊക്കെ കേൾക്കുമ്പോൾ പാടായിട്ടൊക്കെ തോന്നും, പക്ഷെ എളുപ്പമാണ്. എന്തോ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ മക്കളെ? പ്രൊഡ്യൂസറിൽ തുടങ്ങുന്ന ഫുഡ് ചെയിൻ. ദാണ്ടേ ഗ്രാസ് പ്ലാന്റ്സ് അല്ലയോ? പ്രൊഡ്യൂസർ അല്ലയോ? ദാണ്ട പാടി പ്ലാന്റ്സ് അല്ലയോ? പ്രൊഡ്യൂസർ അല്ലേ? അപ്പം
പ്ലാന്റ്സിൽ അല്ലെങ്കിൽ പ്രൊഡ്യൂസറിൽ തുടങ്ങുന്ന ഫുഡ് ചെയിനുകളെ അറിയപ്പെടുന്ന പേരാണ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. ദ ഫുഡ് ചെയിൻ സ്റ്റാർട്ട്സ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ആർ കോൾഡ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. ഒരു ഗ്രേസിംഗ് ഫുഡ് ചെയിൻ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ എൻ്റെ മക്കളുമാര് കണ്ണുമടച്ച് കൺസ്ട്രക്ട് ചെയ്യും. ഗ്രാസ്, റാബിറ്റ്, ഫോക്സ്, ലയൺ കഴിഞ്ഞു. എന്താണ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ? പ്രൊഡ്യൂസറിൽ തുടങ്ങുന്ന ഫുഡ് ചെയിനുകളെ അറിയപ്പെടുന്ന പേരാണ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. പിള്ളേരെ പരീക്ഷയ്ക്ക് ചോദിക്കും കൺസ്ട്രക്ട് എ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ഓർ ഡെട്രൈറ്റസ് ഫുഡ് ചെയിൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. പിള്ളേരെ അപ്പൊ എന്താണ് ഡെട്രൈറ്റസ് ഫുഡ് ചെയിൻ? മക്കളെ ഡി ഫോർ ഡെഡ്. മക്കളെ ഡെഡ് ഓർഗാനിക് മാറ്ററിൽ തുടങ്ങുന്ന ഫുഡ് ചെയിനുകളെ അറിയപ്പെടുന്ന പേരാണ് ഡെട്രൈറ്റസ് ഫുഡ് ചെയിൻ. എക്സാമ്പിൾ നോക്കൂ. ഫാലൻ ലീഫ്, കൊഴിഞ്ഞു വീഴുന്ന ഇല. ഇലയെ ആര് ഭക്ഷിക്കും? മണ്ണിലുള്ള ഫംഗസും ബാക്ടീരിയ. ഫംഗസിനെയും ബാക്ടീരിയയും ആര് ഭക്ഷിക്കും? ഇൻസെക്റ്റ് ഭക്ഷിക്കും. ഇൻസെക്റ്റിനെ ആര് ഭക്ഷിക്കും മക്കളെ? സ്മോൾ ഫിഷ്. അപ്പം ഡെഡായിട്ടുള്ള മാറ്ററിൽ തുടങ്ങുന്ന ഫുഡ് ചെയിനുകളെ അറിയപ്പെടുന്ന പേര് ഡെട്രൈറ്റസ് ഫുഡ് ചെയിൻ. ഡെട്രൈറ്റസിന്റെ ഡി ഫോർ ഡെഡ് എന്ന് ഓർത്തോണം. ഡെഡ് ഓർഗാനിക് മാറ്ററിൽ തുടങ്ങുന്ന ഫുഡ് ചെയിൻ ഡെട്രൈറ്റസ് ഫുഡ് ചെയിൻ. പ്രൊഡ്യൂസറിൽ തുടങ്ങുന്ന ഫുഡ് ചെയിൻ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. ക്ലിയർ ആണല്ലോ മക്കളെ? പരീക്ഷയ്ക്ക് ചോദിക്കും കൺസ്ട്രക്ട് എ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ഓർ ഡെട്രൈറ്റസ് ഫുഡ് ചെയിൻ. കൺസ്ട്രക്ട് എ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ഓർ ഡെട്രൈറ്റസ് ഫുഡ് ചെയിൻ. അല്ലെങ്കിൽ ചോദിക്കും വാട്ട് ഈസ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ, വാട്ട് ഈസ് ഡെട്രൈറ്റസ് ഫുഡ് ചെയിൻ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, മറക്കരുത്. സിമ്പിൾ ആണ്, എളുപ്പമാണ്. നല്ല അടിപൊളിയായിട്ട് മനസ്സിലായേ? അടുത്തതിലേക്ക് പോകുന്നു. ഫുഡ് വെബ്, 1 മാർക്കിന്റെ ചോദ്യം. പല ഫുഡ് ചെയിനുകളുടെ ഇന്റർ കണക്ഷനെ അറിയപ്പെടുന്ന പേരാണ് ഫുഡ് വെബ്. നമ്മുടെ ഗ്രാസ് ഹോപ്പറിനെ ലിസാർഡ് ഭക്ഷിച്ചു, ലിസാർഡിനെ ഹോക്ക്. ഗ്രാസ് റാബിറ്റ് ഹോക്ക്. ഗ്രാസ് മൗസ് സ്നേക്ക് ഹോക്ക്. അപ്പൊ പല ഫുഡ് ചെയിനുകളുടെ ഇന്റർ കണക്ഷനെ അറിയപ്പെടുന്ന പേരാണ് ഫുഡ് വെബ്. ദ ഇന്റർ കണക്ഷൻ ഓഫ് ഫുഡ് ചെയിൻ ഈസ് കോൾഡ് ഫുഡ് വെബ്. 1 മാർക്ക് ക്വസ്റ്റ്യൻ. മക്കളെ നെക്സ്റ്റ്, എനർജി ഫ്ലോയ്ക്ക് പ്രധാനമായിട്ട് 2 ആസ്പെക്ട് ഉണ്ട്. നമ്മളിപ്പം പഠിച്ചത് വെച്ച് നോക്കും. എനർജി എപ്പോഴും ഫ്ലോ ചെയ്യുന്നത് ഫ്രം പ്രൊഡ്യൂസർ ടു ഹെർബിവോറസ് ടു കാർണിവോറസ്, നോ റിവേഴ്സ് ഫ്ലോ. പ്രൊഡ്യൂസറിൽ നിന്ന് തുടങ്ങിയായിരിക്കും എനർജി ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത്. റിവേഴ്സ് ആയിട്ട് എന്തോ ചെയ്യുന്നില്ല, എനർജിയുടെ ഫ്ലോ നടക്കുന്നില്ല. 2, ദ എമൗണ്ട് ഓഫ് എനർജി ഫ്ലോ ഡിക്രീസസ് വിത്ത് സക്സസീവ് ട്രോഫിക് ലെവൽ. ഓരോ ട്രോഫിക് ലെവൽ കഴിയുമ്പോഴും കിട്ടുന്ന എനർജിയുടെ അളവ് എന്തോ ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ 2 കാര്യങ്ങൾ, പ്രധാനപ്പെട്ട 2 ആസ്പെക്റ്റുകൾ. എനർജി എപ്പോഴും ഫ്ലോ ചെയ്യുന്നത് പ്രൊഡ്യൂസേഴ്സ് ടു കൺസ്യൂമർ, പ്രൊഡ്യൂസേഴ്സ് ടു ഹെർബിവോറസ്, ഹെർബിവോറസ് ടു കാർണിവോറസ്. നെക്സ്റ്റ്, എനർജി ഓരോ ട്രോഫിക് ലെവലിലേക്ക് കടക്കുമ്പോഴും എനർജിയുടെ അളവ് എന്തോ ചെയ്യുന്നു മക്കളെ? കുറയുന്നു. ഇത് മുന്നോട്ട് വെക്കുന്ന ലോ ആണ് ലോ ഓഫ് 10%. എന്താണ് ലോ ഓഫ് 10%? It states that the efficiency of energy transfer from one trophic level to another is about 10%. മക്കളെ, ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് മറ്റൊരു ട്രോഫിക് ലെവലിലേക്ക് കയറുന്ന എനർജിയുടെ അളവ് എപ്പോഴും 10% മാത്രമായിരിക്കും. 100% എനർജി ഫ്ലോ ചെയ്യത്തില്ല. 10% മാത്രമേ എന്തോ ചെയ്യത്തുള്ളൂ, ഫ്ലോ ചെയ്യത്തുള്ളൂ. ഇത് പറയുന്ന ലോയെ അറിയപ്പെടുന്ന പേരാണ് ലോ ഓഫ് 10%. ഇറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ ലിൻഡിമാൻ. അത് ചോദിക്കത്തില്ല, നിങ്ങൾക്ക് എൻട്രൻസിനെ ചോദിക്കത്തുള്ളൂ. സോ ലോ ഓഫ് 10% എന്താണെന്ന് മാത്രം പഠിച്ചിരിക്കുക. അടുത്തതിലേക്ക് പോകുന്നു. 1 മാർക്ക് ചോദ്യം. സ്റ്റാൻഡിംഗ് ക്രോപ്പ്. സ്റ്റാൻഡിംഗ് ക്രോപ്പ് ഈസ് ദ മെഷർ ഓഫ് ദ മാസ് ഓഫ് ലിവിംഗ് ഓർഗാനിസം ഓർ നമ്പർ. മക്കളെ, ലിവിംഗ് ഓർഗാനിസങ്ങളുടെ മാസിനെ അല്ലെങ്കിൽ നമ്പറുകൾ, അവരുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് സ്റ്റാൻഡിംഗ് ക്രോപ്പ്. അപ്പോൾ ഒരു ഏരിയയിലെ സ്റ്റാൻഡിംഗ് ക്രോപ്പ് അളക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയയിലെ ജീവനുള്ള ആൾക്കാരുടെ എണ്ണം അല്ലെങ്കിൽ അവരുടെ വെയിറ്റ്, അതാണ് ഏതെന്ന് പറയുന്നത് സ്റ്റാൻഡിംഗ് ക്രോപ്പ്. അപ്പോൾ 1 മാർക്ക് ചോദ്യം ഞാൻ പറഞ്ഞു തന്നു ഏതൊക്കെയാണെന്ന്. 1 സ്ട്രാറ്റിഫിക്കേഷൻ, 2 ഫുഡ് വെബ്, 3 സ്റ്റാൻഡിംഗ് ക്രോപ്പ്. മറക്കരുത് മക്കളെ. ലാസ്റ്റ് ടോപ്പിക് ഇക്കോളജിക്കൽ പിരമിഡ്. മക്കളെ, നമ്മൾ പറഞ്ഞു ഫുഡ് ചെയിനിലെ ഓരോ ലെവലിനെ അറിയപ്പെടുന്ന പേര് ട്രോഫിക് ലെവൽ. മക്കളെ, ഓരോ ട്രോഫിക് ലെവലിലും നമ്മൾ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു പിരമിഡാണ്. അപ്പോൾ ഓരോ ട്രോഫിക് ലെവലിനെയും നമ്മൾ ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പിരമിഡ് കിട്ടും.
ഈ പിരമിഡിനെ അറിയപ്പെടുന്ന പേരാണ് ഇക്കോളജിക്കൽ പിരമിഡ്. അപ്പോൾ ഒരു ഇക്കോസിസ്റ്റത്തിനകത്തെ ട്രോഫിക് ലെവലുകളെ നമ്മളൊരു പിരമിഡിന്റെ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ, ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു പിരമിഡാണ്. പിരമിഡിനെ അറിയപ്പെടുന്ന പേരാണ് ഇക്കോളജിക്കൽ പിരമിഡ്. മക്കളെ എളുപ്പമാണ്. പിരമിഡ് 3 തരത്തിലാണ്. ഒന്ന് പിരമിഡ് ഓഫ് നമ്പർ. ഒരു സ്ഥലത്തുള്ള അല്ലെങ്കിൽ ഓരോ ട്രോഫിക് ലെവലിലുള്ള ആൾക്കാരുടെ നമ്പറിന്റെ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് പിരമിഡ് ഓഫ് നമ്പർ. ദ റെപ്രസെന്റേഷൻ ഓഫ് നമ്പർ ഓഫ് ഓർഗാനിസം ഇൻ സക്സസീവ് ട്രോഫിക് ലെവൽ. ഓരോ ട്രോഫിക് ലെവലിലുള്ള ആൾക്കാരുടെ എണ്ണം നമ്മൾ നമ്പറിന്റെ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് പിരമിഡ് ഓഫ് നമ്പർ. മക്കളെ, പിരമിഡ് വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പിരമിഡിന്റെ ഏറ്റവും താഴെ ബേസിൽ, ഇമ്പോർട്ടൻ്റ് ആണ്, പിരമിഡിന്റെ ഏറ്റവും താഴെ എപ്പോഴും പ്രൊഡ്യൂസർ ആയിരിക്കും, പ്ലാന്റ്സ് ആയിരിക്കും. പിരമിഡിൽ പ്രൊഡ്യൂസർ കാണും, കൺസ്യൂമേഴ്സ് കാണും. ആര് കാണത്തില്ല? ഡീകമ്പോസേഴ്സ് കാണത്തില്ല. അപ്പം പിരമിഡിന് ചില ലിമിറ്റേഷനുകൾ. ഒന്നാമത്തത്, ഒരു പിരമിഡിന്റെ ഏറ്റവും താഴെ എപ്പോഴും ആരായിരിക്കും? പ്രൊഡ്യൂസർ ആയിരിക്കും. പിരമിഡിൽ പ്രൊഡ്യൂസറും കൺസ്യൂമറുമേ കാണത്തുള്ളൂ. ആര് കാണത്തില്ല? ഡീകമ്പോസേഴ്സ് കാണത്തില്ല. പിരമിഡ് ഓഫ് നമ്പർ നോക്കാം. ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം എടുക്കും. മക്കളെ, അവിടെ ഗ്രാസുകളുടെ എണ്ണം കൂടുതലായിരിക്കും. ആരെക്കായാലും? ഗ്രാസ് ഓപ്പറിനേക്കായാലും. ഗ്രാസ് ഓപ്പറിനേക്കായാലും എണ്ണം കുറവായിരിക്കും ആരുടെ? ഫ്രോഗ്. ഫ്രോഗിനേക്കായാലും എണ്ണം കുറവായിരിക്കും അവിടെ ഹോക്ക് അല്ലെങ്കിൽ കഴുകൻ. അപ്പോൾ നോക്കിയേ, ഗ്രാസിൻ്റെ എണ്ണം കൂടുതൽ, സോ അത് വലുത്. ഗ്രാസിനേക്കായാലും എണ്ണം കുറവായിരിക്കും ഗ്രാസ് ഓപ്പർ. ഗ്രാസ് ഓപ്പറിനേക്കായാലും എണ്ണം കുറവായിരിക്കും ഫ്രോഗിന്. ഫ്രോഗിനേക്കായാലും എണ്ണം കുറവായിരിക്കും കഴുകൻ. അപ്പം ഇവിടെ നമ്പറിന്റെ രൂപത്തിലാണ് നമ്മൾ പിരമിഡ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ട്രോഫിക് ലെവലിലുള്ള ആൾക്കാരുടെ എണ്ണം നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേര് പിരമിഡ് ഓഫ് നമ്പർ. ഇവിടെ നമ്മൾ പിരമിഡ് ഓഫ് റെപ്രസെന്റ് ചെയ്തു, നമ്പർ റെപ്രസെന്റ് ചെയ്തു. എവിടുത്തെ? ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിലെ, ഒരു പുൽമേടിൽ ഉള്ള എക്കോസിസ്റ്റത്തിലെ ആ പിരമിഡ് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ആ പിരമിഡിന്റെ പ്രത്യേകത, ആ പിരമിഡ് എപ്പോഴും നേരെയിരിക്കും. ദാറ്റ് പിരമിഡ് ഈസ് കോൾഡ് അപ്രൈറ്റ് പിരമിഡ്. ആ പിരമിഡിനെ അറിയപ്പെടുന്ന പേരാണ് അപ്രൈറ്റ് പിരമിഡ്. പിള്ളേരെ, ഞാൻ അടുത്തൊരു എക്കോസിസ്റ്റം എടുത്തു, ട്രീ എക്കോസിസ്റ്റം. ഒരു മരമെടുത്തു, ദാണ്ട ട്രീ. മക്കളെ, ട്രീയുടെ എണ്ണം, ഒരു ട്രീയെ കാണത്തുള്ളല്ലോ. ആ ട്രീയിൽ കാണപ്പെടുന്ന ബേഡ്സിൽ കാണപ്പെടുന്ന പാരസൈറ്റിന്റെ എണ്ണം കൂടുതലായിരിക്കും. അപ്പം എപ്പോഴും പിരമിഡിന്റെ താഴെ ആരേ വരാവുള്ളൂ? പ്രൊഡ്യൂസർ. ഞാൻ ആരെ കൊടുത്തു? ട്രീയെ കൊടുത്തു. ഇനി ആ മരത്തിൽ താമസിക്കുന്ന പക്ഷികളുടെ എണ്ണം കൂടുതൽ. പക്ഷികളെക്കാളും കൂടുതൽ എണ്ണമായിരിക്കും പക്ഷിയുടെ അകത്ത് കാണപ്പെടുന്ന എന്ത്? പാരസൈറ്റ്. അപ്പൊ പിരമിഡ് ഓഫ് നമ്പർ എന്ന് പറയുന്നത് അപ്രൈറ്റും വരാം, ഇൻവെർട്ടഡും വരാം. പിരമിഡ് ഓഫ് നമ്പർ അപ്രൈറ്റും വരാം, ഇൻവെർട്ടഡും വരാം. അപ്രൈറ്റ് വരുന്നത് ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റത്തിൽ, ഇൻവെർട്ടഡ് വരുന്നത് ട്രീ എക്കോസിസ്റ്റത്തിൽ. അടുത്തത് പിരമിഡ് ഓഫ് ബയോമാസ്. ട്രോഫിക് ലെവലിലെ ആൾക്കാരെ വെയിറ്റിന്റെ അടിസ്ഥാനത്തിൽ, മാസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പിരമിഡ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ ആ പിരമിഡിനെ അറിയപ്പെടുന്ന പേരാണ് പിരമിഡ് ഓഫ് ബയോമാസ്. ഇതാ നോക്കൂ, ഫോറസ്റ്റ് എക്കോസിസ്റ്റം എടുക്കും. താഴെ ആരേ വരാവുള്ളൂ? പ്ലാന്റ്സ്. പ്ലാന്റ്സിന്റെ വെയിറ്റ് ബേഡ്സിനേക്കായാലും കൂടുതലായിരിക്കും. ബേഡ്സിന്റെ വെയിറ്റ് ബേഡ്സിന്റെ അകത്ത പാരസൈറ്റിനേക്കായാലും കൂടുതലായിരിക്കും. അപ്പോൾ ഫോറസ്റ്റ് എക്കോസിസ്റ്റം എടുത്തു, നമ്മൾ പിരമിഡ് ഓഫ് ബയോമാസ് കൺസ്ട്രക്ട് ചെയ്തു. ആ പിരമിഡ് ഓഫ് ബയോമാസ് നോക്കിയേ, നേരെ ഇരിക്കുന്നു. അപ്പോൾ പിരമിഡ് ഓഫ് ബയോമാസ് എപ്പോഴും അപ്രൈറ്റ്, ദാണ്ടേ അപ്രൈറ്റ് ആവാം. ഇനി ലേക്ക് എക്കോസിസ്റ്റം എടുക്കുന്നു. മക്കളെ, അവിടെ പ്ലാന്റ്സ് അല്ലേ താഴെ വരേണ്ടത്? ദാണ്ടെ പായലിനേക്കായാലും വെയിറ്റ് കൂടുതൽ ആർക്ക്? സ്മാൾ ഫിഷ്. സ്മാൾ ഫിഷിനേക്കായാലും വെയിറ്റ് കൂടുതൽ ആർക്ക്? ലാർജ് ഫിഷ്. അപ്പം പിരമിഡ് ഓഫ് ബയോമാസും അപ്രൈറ്റും വരാം, ഇൻവെർട്ടഡും വരാം. അപ്പൊ പിരമിഡ് ഓഫ് നമ്പർ അപ്രൈറ്റ് വരാം, ഇൻവെർട്ടഡ് വരാം. പിരമിഡ് ഓഫ് ബയോമാസ് അപ്രൈറ്റ് വരാം, ഇൻവെർട്ടഡ് വരാം. ദാ മക്കളെ നോക്ക്, ലാസ്റ്റ് പിരമിഡ് ഓഫ് എനർജി. പിരമിഡ് ഓഫ് എനർജി നിങ്ങൾക്കറിയാം, ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ ആരാണ്? പ്ലാന്റ്സ്. പ്ലാന്റ്സിനെ എപ്പോഴും നമ്മൾ ട്രോഫിക് ലെവൽ അല്ലെങ്കിൽ പിരമിഡിന്റെ താഴെ എന്തോ ചെയ്യണം? റെപ്രസെന്റ് ചെയ്യണം. താഴെ റെപ്രസെന്റ് ചെയ്തു പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ നിന്ന് എനർജി എങ്ങോട്ട് കയറും മക്കളെ? ഇൻസെക്റ്റ്. ഇൻസെക്റ്റിൽ നിന്ന് എനർജി എങ്ങോട്ട് കയറും? ബേർഡ്സ്.
ഓക്കെ ആണേ? ക്ലിയർ ആണേ മക്കളെ? നോക്കിയേ, നമ്മൾ നേരത്തെ ലോ ഓഫ് 10% പഠിച്ചു. ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് മറ്റൊരു ട്രോഫിക് ലെവലിലേക്ക് പോകുമ്പോൾ 10% എനർജി എന്തോ ചെയ്യത്തുള്ളൂ മക്കളെ? ലഭിക്കത്തുള്ളൂ. 100 കലോറി എനർജിയാണ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ 100 കലോറിയിൽ 10 കലോറി മാത്രമേ അടുത്ത ആൾക്ക് കിട്ടത്തുള്ളൂ. ആ 10 കലോറിയിൽ 10% മറ്റൊരാൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഓരോ ട്രോഫിക് ലെവലിലോട്ട് പോകുമ്പോൾ എനർജിയുടെ അളവ് എന്തോ ചെയ്യും? കുറയും. എനർജിയുടെ അളവ് കുറയുന്നത് കൊണ്ട് പിരമിഡ് ഓഫ് എനർജി എപ്പോഴും എന്തായിരിക്കും? അപ്രൈറ്റ് ആയിരിക്കും. തീർന്നു. പിരമിഡ് ഓഫ് നമ്പർ അപ്രൈറ്റ് ആവാം, ഇൻവെർട്ടഡ് ആവാം. പിരമിഡ് ഓഫ് ബയോമാസ് അപ്രൈറ്റ് ആവാം, ഇൻവെർട്ടഡ് ആവാം. പക്ഷെ പിരമിഡ് ഓഫ് എനർജി എപ്പോഴും 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 എന്തായിരിക്കും? അപ്രൈറ്റ് ആയിരിക്കും. കാരണം ഓരോ ട്രോഫിക് ലെവലിൽ നിന്ന് മറ്റൊരു ട്രോഫിക് ലെവലിലേക്ക് പോകുമ്പോൾ എനർജിയുടെ അളവ് കുറയും. കുറയുന്നത് കൊണ്ട് മുകളിലോട്ട് പോകുമ്പോൾ കുറഞ്ഞു വരുന്നത് കൊണ്ട് പിരമിഡ് ഓഫ് എനർജി എപ്പോഴും എന്തായിരിക്കും? അപ്രൈറ്റ് ആയിരിക്കും. Why pyramid of energy is always upright? Because from moving from one trophic level to another trophic level, the amount of energy decreases. Which law? The law of 10% proposed by Lindemann. ലിൻഡിമാൻ പ്രപ്പോസ് ചെയ്ത ലോ ഓഫ് 10% വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് മറ്റൊരു ട്രോഫിക് ലെവലിലേക്ക് കിട്ടുന്ന എനർജി 10% മാത്രമാണ്. അതുകൊണ്ട് പിരമിഡ് ഓഫ് എനർജി എപ്പോഴും എന്തായിരിക്കും? അപ്രൈറ്റ് ആയിരിക്കും. പിള്ളേരെ, എക്കോസിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. എക്കോസിസ്റ്റത്തിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ: 1 മാർക്ക് ചോദ്യം, എന്താണ് സ്ട്രാറ്റിഫിക്കേഷൻ? 2, എന്താണ് ഫുഡ് വെബ്? 3, സ്റ്റാൻഡിംഗ് ക്രോപ്പ്. 1 മാർക്കിന്റെ ചോദ്യം കഴിഞ്ഞു. ഇനി 2 മാർക്കിനും 3 മാർക്കിനും ചോദിക്കുന്ന ചോദ്യം: എന്താണ് NPP? എന്താണ് GPP? എന്താണ് NPP? എന്താണ് GPP? വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ NPP ആൻഡ് GPP? 4ാമത്തെ ചോദ്യം: വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി? മക്കളെ, 5ാമത്തെ ചോദ്യം: വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ ഡീകമ്പോസിഷൻ? വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ ഡീകമ്പോസിഷൻ? 6ാമത്തെ ചോദ്യം: ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡീകമ്പോസിഷൻ റേറ്റ്. 7ാമത്തെ ചോദ്യം: ഇറ്റ്സ് ബേസ്ഡ് ഓൺ പിരമിഡ് ഓഫ് എനർജി, പിരമിഡ് ഓഫ് നമ്പർ ആൻഡ് പിരമിഡ് ഓഫ് ബയോമാസ്. പാഠം തീർന്നു. ക്ലിഞ്ചനായിട്ട് പഠിച്ചേ, അടിപൊളിയായിട്ട് പഠിച്ചേ. ഇനി മറ്റൊരു ചാപ്റ്ററുമായി ബ്രൈറ്റ് അക്കാഡമി വീണ്ടും എത്തും. ഗുഡ് ബൈ.